Life is not always easy. Sometimes we feel lost, overwhelmed, and disconnected from ourselves. But deep inside, there is a still hope, there is still strength, there is still you. Welcome to S&S Life Coaching and Wellness, a place for healing, growth, confidence, and transformation. Together, we will talk about self love, inner child healing, motivation, perimenopause and women's wellness, parenting and emotional growth, mental strength, and life balance. Because your story is not over, this is your time to rise. Subscribe and begin your healing journey with me. ഹായ് ഹലോ ഹൗ ആർ യു ഡിയേഴ്സ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സീന ഫ്രാൻസിസ്, ലൈഫ് കോച്ച് കൗൺസിലർ. എന്താണെന്നറിയാവോ, ഇന്ന് പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല, ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഉള്ളതാണോ? തീർച്ചയായിട്ടും ഞാൻ പറയും ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഉള്ളതാണ്. കാരണം അത് എൻ്റെ അനുഭവത്തിലൂടെ, എൻ്റെ പഠനങ്ങളിലൂടെ, എൻ്റെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാവുമ്പോൾ ഞാൻ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഇല്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ സമയത്ത് പലരും എൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. പണ്ട് ആ ബാക്ക് ബെഞ്ചിലിരിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ആദ്യ കുർബാനയുടെ സമയത്ത് ഉടുപ്പിട്ട് നിൽക്കുന്ന എന്നെ ഞാൻ കാണുന്നുണ്ട്. എന്നെ അമ്മ അടിച്ചത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഓടിപ്പോയി മുട്ടുകുത്തി വീട് കഴിഞ്ഞപ്പോൾ നിനക്ക് മര്യാദയ്ക്ക് നടക്കാൻ അറിയത്തില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വഴക്ക് പറഞ്ഞ് അന്ന് തകർന്നു പോയ ഒരു ഹൃദയം എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ കാര്യമാണെന്ന്. ആണ്. ഒരു കുഞ്ഞു കൊച്ചിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ വലിയ കാര്യമാണെന്നൊന്നും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആ കുഞ്ഞു മനസ്സിന് പറയാൻ വേണ്ടി. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഉള്ളതാണ് കേട്ടോ. എന്താണ് ആ ഹീലിങ്ങിൽ സംഭവിക്കുന്നത്? കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ഓർമ്മേനെ മാറ്റുവാണോ? ഒരിക്കലും അല്ല. അവിടെ സംഭവിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ആ കുഞ്ഞു മുറിവ്, ആ ഒരു മുറിവ് അവിടെ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്ന കാര്യം മെഡിക്കൽ ഫീൽഡിലും അല്ലാതെയും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഒരു മുറിവ് അതിനെ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ അത് ഇൻഫെക്ഷനാവും. അത് അങ്ങനെ ഇൻഫെക്ഷനായി ഉള്ളിലോട്ട് പോയി എന്തെല്ലാം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചെറിയ മുറിവാണെങ്കിൽ പോലും, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഒരു സമയത്ത് അത് പുറത്തു വന്നാൽ എത്ര ആഴത്തിലുള്ള ഒരു മുറിവായിരിക്കുമെന്ന്. ആ മുറിവ് ഹീല് ചെയ്യാതെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കിട്ടില്ല. അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹീലിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കുഞ്ഞു മുറിവിനെ നമ്മൾ പുറത്തെടുത്തിട്ട് അതിന് മരുന്ന് വെച്ച് കൊടുക്കും. ആ മരുന്ന് എന്നാന്നല്ലേ? അത് പോസിറ്റിവിറ്റിയാണ്. ആ പോസിറ്റിവിറ്റിയിൽ ആ നെഗറ്റിവിറ്റി ഹീലാവും. അപ്പോൾ ആ ഇന്നർ ചൈൽഡ് ഹാപ്പി ആയിരിക്കും. നിങ്ങളിത് ചോദിച്ചു നോക്കിയേ, നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് സന്തോഷമാണോ സങ്കടമാണോ എന്ന്. ഇനിയിപ്പോൾ സങ്കടമാണെങ്കിൽ അത് ഹീല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹീൽ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ വേറൊന്നുമില്ല, മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് S&S ട്രീറ്റ്സ് ലൈഫ് കോച്ചിങ് ആൻഡ് വെൽനസ്.